ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തരിക്കഞ്ഞീൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവ കാച്ചിയത് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി റവയും സേമിയയും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ സേമിയ ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. അത് വറുത്ത് കഴിയുമ്പം നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്. പാല് തിളച്ച് തുടങ്ങുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സേമിയയും റവയും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നവരും ഉണ്ട്. തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ പാലിന് പകരം തേങ്ങാപ്പാൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് വെന്ത് കിട്ടാൻ അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ റവയും സേമിയയും ഒക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. ഇനി ഇത് വറവിട്ടെടുക്കണം. അതിനുവേണ്ടി പാൻ ചൂടാവുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ്, അതിലേക്ക് ഒരു 4 ചുവന്നുള്ളി കട്ട് ചെയ്തത്, ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉണക്കമുന്തിരി, ഉള്ളി നന്നായിട്ട് കളറ് മാറി തുടങ്ങുമ്പം നമുക്ക് ഇത് നേരത്തെ റെഡിയാക്കി വെച്ച തരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.